കാർഷികാവശ്യങ്ങൾക്കുള്ള വൈദ്യുതി സൗജന്യം നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ വ്യാഴാഴ്ച പുത്തികെ കൃഷിഭവനിലേക്ക് കിസാൻ സേന മാർച്ച് നടത്തും. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലയിലെ എംഎൽഎമാരും കൃഷി വകുപ്പ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നും കിസാൻ സേന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. മോട്ടോർ ഉപയോഗിച്ച് പുഴയിൽ നിന്നും കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കുവാൻ പാടില്ലെന്നും കുഴൽക്കിണർ വെള്ളം കൃഷിക്കുപയോഗിച്ചാൽ വൈദ്യുതി സൗജന്യം ലഭിക്കില്ലെന്നുമുള്ള തീരുമാനം കർഷകരെ സംബന്ധിച്ചിടത്തോളം കരിനിയമമാണെന്ന് കിസാൻ സേന ഭാരവാഹികൾ പറഞ്ഞു. 200-ലധികം കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയ പുത്തികെ കൃഷിഭവൻ നടപടിക്കെതിരെ വ്യാഴാഴ്ച രാവിലെ 10:30 കട്ടത്തടുക്കയിൽ നിന്നും പുത്തികെ കൃഷിഭവനിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തും. കർഷകരുടെ വൈദ്യുതി കുടിശ്ശിക കൃഷിഭവൻ തന്നെ അടയ്ക്കുക, കുടിശ്ശിക അടച്ച കർഷകർക്ക് പണം തിരികെ നൽകുക, ഒഴിവാക്കിയ കർഷകരെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പുഴയിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് കൃഷിക്ക് വെള്ളമെടുക്കുവാൻ അനുമതി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ജില്ലയിലെ എംഎൽഎമാരും കൃഷി വകുപ്പ് മന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നും കിസാൻ സേന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ 20 വർഷത്തിലധികമായി സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ഈ പദ്ധതി കർഷകർക്ക് ഇല്ല എന്ന ഈ 10-ഓളം കർഷകർക്ക് ഇല്ല എന്ന കാര്യം മനസ്സിലാകുന്നത് KCB നിങ്ങൾ ബില്ലടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി സൗജന്യമായ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് പറയുമ്പോൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി അപേക്ഷ കൊടുക്കുകയും സൗജന്യമായി ഇത്രയും കാലം ലഭിക്കുകയും ചെയ്ത വൈദ്യുതി നിങ്ങൾ അതിൽ അർഹതയില്ല, അനർഹരാണ് എന്ന വിവരം ഒരു കർഷകർക്കും കൃഷിഭവൻ അറിയിച്ചിട്ടില്ല. കിസാൻ സേന ജില്ലാ സെക്രട്ടറി ഷുക്കൂർ കാണാജെ, കിസാൻ സേന പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റ് P. അബ്ദുല്ല കണ്ടത്തിൽ, ജനറൽ സെക്രട്ടറി സുരേഷ് PA അടുക്കത്തൊട്ടി, വൈസ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യ ഭട്ട് ചക്നികെ, ജോയിന്റ് സെക്രട്ടറി പ്രസാദ് കക്കപ്പാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.